സാർ, പിണറായി വിജയനും രേവന്ത് റെഡ്ഡിയും തമ്മിലൊരു പോര് നടക്കുകയാണല്ലോ. അപ്പൊ ഇതൊരു നാടകമായിട്ട് തോന്നുന്നുണ്ടോ? കേരളത്തിന് പുറത്ത് ഇവർ ഇന്ത്യ മുന്നണിയല്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ ഒരു നാടകമാണ്, ഒരു തെരഞ്ഞെടുപ്പ് ഗിമ്മിക്കാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. കാര്യം അങ്ങനെയൊന്നുമേ ഗിമ്മിക്കിന്റെ ഭാഗമായിട്ട് അങ്ങനെ വിളിക്കില്ലല്ലോ. പിണറായി വിജയൻ സഖാവ് വിളിച്ചത് മോശമായി പോയി, അത് ശരിയല്ല. കാര്യം നീ പോമോനെ ദിനേശ എന്നുള്ളത് നമ്മളെല്ലാം പറയുന്ന ഒരു തമാശ സിനിമാ ഡയലോഗാണ്. മോനെ രേവന്താന്ന് പറയുന്നത് അത് ശരിയല്ല. അല്ല, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്നൊക്കെ പറയുന്നത് അതെ, അത് രാഷ്ട്രീയപരമായ വിമർശനമല്ലേ. തിരിച്ച് നിങ്ങളുടെ എക്സ്പയറി ഡേറ്റ് ആണ് കഴിഞ്ഞതെന്ന് പറയാം, പക്ഷേ അദ്ദേഹം പറഞ്ഞത് ശരിയായില്ല. അത് മോശമായി പോയി, അതാണ് അതിന്റെ സത്യം. അദ്ദേഹം പറഞ്ഞത് ഒട്ടും ശരിയായില്ല. അല്ല, പൊതുവെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വൈകാരികമായിട്ടല്ലേ പ്രതികരിക്കുന്നത് പൊതുവെ? എന്താ അറിയാമോ, മുഖ്യമന്ത്രി തന്നെ അദ്ദേഹം പറയുന്നതിന് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ചില മുഖ്യമന്ത്രിമാർക്ക് ചില മാന്യതയും മര്യാദയും ഒക്കെ വേണമെന്ന്. നമ്മുടെ മുഖ്യമന്ത്രി അത് മറന്നുപോയി എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് പിണറായി വിജയൻ സഖാവിനെ ഏതെങ്കിലും സാധാരണക്കാരൻ അങ്ങനെ വിളിച്ചാൽ പുള്ളിക്കെതിരെ കേസെടുക്കില്ലേ? കേസെടുക്കണം, സംശയമൊന്നുമില്ല, കേസെടുക്കണം. നമ്മുടെ മുഖ്യമന്ത്രി അങ്ങനെ വിളിക്കുന്നത് അപ്പം അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹം അതിവൈകാരികമായി പ്രവർത്തിച്ചതാണെന്ന് തോന്നുന്നു. അതിവൈകാരികമായിട്ടുള്ള ഒരു പ്രകടനമായി പോയി അല്ലേ? അതൊരു അതിവൈകാരികമായിട്ടുള്ള ഒരു പ്രകടനമായി പോയല്ലേ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത്? എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അദ്ദേഹം പറ്റിയത്. പക്ഷെ അദ്ദേഹം സംസാരിച്ചു വന്നപ്പോൾ ചിരിച്ചിട്ടൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ട് ക്രുദ്ധനായതുപോലെയാണ് തോന്നുന്നത്. എന്തായാലും അത് ശരിയായില്ല, അത് ഒഴിവാക്കേണ്ടതാണ്. എന്താ അറിയാമോ, നമ്മളൊക്കെ സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോഴല്ലേ ഇങ്ങനെ പറയാറുള്ളൂ, അതിനുശേഷം അങ്ങനെ പറയാറുള്ളൂ. എനിക്ക് തോന്നുന്നു വി ഡി സതീശന്റെ പ്രതികരണം നന്നായി. ഇനിയും കുറച്ചുകൂടെ ചോദിച്ചിരുന്നെങ്കിൽ ആ ഡാഷും കൂടെ പൂരിപ്പിച്ചേനെയാണ്. അങ്ങനെയല്ല, നമ്മൾ BJP യോ കോൺഗ്രസോ CPM ഭേദമോ ഒന്നുമില്ല. അത്തരം പ്രയോഗങ്ങൾ ഒഴിവാക്കണം. നമ്മുടെ യങ്സ്റ്റേഴ്സ് ഒക്കെ ഈ രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ളതല്ലേ, അവരെ കണ്ടുപഠിക്കുന്നതല്ലേ. ശ്രീ പിണറായി വിജയൻ ഇത് പറയുകയാണെങ്കിൽ നാളെ അതിന്റെ 10 ഇരട്ടിയല്ലേ താഴെ നിൽക്കുന്നതും പറയൂ. അതെ അതെ, സ്വാഭാവികമായിട്ടും. അപ്പൊ ഇത് കേരളത്തെ മൊത്തത്തിൽ ആക്ഷേപിച്ചതായിട്ട് തോന്നുന്നുണ്ടോ രേവന്ത് റെഡ്ഡി? കേരളത്തിൽ നാണക്കേട് ഉണ്ടാക്കി. എൻഡ് ഓഫ് ദി ഡേ ഞാൻ പിണറായി വിജയന് വോട്ട് ചെയ്യുന്ന ആളല്ല, പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രിയാണ്. അത് പറയുകയാണെങ്കിൽ നമ്മളെന്ന ജനതയ്ക്കുണ്ടാകുന്ന നാണക്കേടും മറ്റും വളരെ അധികമല്ലേ. അപ്പൊ അതാണ്, ചില സ്റ്റാൻഡേർഡുകൾ പാലിക്കണം അധികാര സ്ഥാനത്തിരിക്കുന്നവർ, മന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ. അല്ല, അങ്ങനെയുള്ള സ്റ്റാൻഡേർഡുകൾ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്തും പാലിച്ചിട്ടില്ലല്ലോ. അതെ അതെ, അതാ പ്രശ്നം. പരനാറി അടക്കമുള്ള പ്രയോഗങ്ങൾ, സുധാകരൻ സാറിനെ ചെറ്റ അടക്കമുള്ള പ്രയോഗങ്ങൾ, എന്താ അറിയാമോ, അത് അൺബിക്കമിങ് ഓഫ് എ ചീഫ് മിനിസ്റ്റർ. അദ്ദേഹം എന്നല്ല, ആരും അത് ചെയ്യാൻ പാടില്ല. ഈ രൂക്ഷമായി വിമർശിക്കുക എന്ന് പറഞ്ഞാൽ അസഭ്യം പറയുകയും ആഭാസം പറയുകയല്ല. അങ്ങനെ പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ചീത്ത വിളിക്കാൻ ആർക്കാ അറിയാതെ. കടുത്ത ആക്രമണമല്ലേ ഇടതുപക്ഷത്തിന്റെ ഒരു ലൈൻ എന്ന് പറയുന്നത്? ആർക്കെതിരെ? അങ്ങനല്ല, കടുത്ത ആക്രമണത്തിനുമേ ആശയപരമായിട്ടല്ലേ നമ്മൾ ആക്രമിക്കേണ്ടത്, വാക്കുകൾ കൊണ്ടല്ലല്ലോ. ആശയപരമായി നമ്മൾ എതിർ പാർട്ടിക്കാരെ ആക്രമിക്കണം. നിങ്ങളുടെ നാട്ടിൽ വികസനം നടന്നിട്ടില്ല, നിങ്ങളുടെ നാട്ടിൽ ഡെവലപ്മെന്റ് നടന്നിട്ടില്ല, നിങ്ങളുടെ നാട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് എന്ന് പറയുന്നതാണ് കടുത്ത ആക്രമണം. അങ്ങനെ ഒരു നയം ഇടതുപക്ഷം മുൻപും സ്വീകരിച്ചിട്ടില്ലല്ലോ. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷം സ്വീകരിച്ചു പോരുന്ന ഒരു നയം എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള നയമായിരുന്നില്ലേ പണ്ടും ഇന്നും ഒക്കെ തന്നെ? അത് തോന്നിയൊരു കാര്യം, അങ്ങനെ ചെയ്യുന്നവരെ കേരളം റിജക്ട് ചെയ്യും. കാര്യം ശ്രീ പിണറായി വിജയൻ നേരിട്ടെത്തിയിട്ട് നമ്മുടെ എം കെ പ്രേമേന്ദ്രൻജിയെ പരനാറി എന്ന് വിളിച്ചത് യഥാർത്ഥത്തിൽ പ്രേമേന്ദ്രൻജിക്ക് ഗുണമാകുകയും അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. അതിന്റെ കാരണം അങ്ങനെ റിജക്ട് ചെയ്യണം, വേറൊന്നും കൊണ്ടല്ല. നാളെ കോൺഗ്രസ് പറഞ്ഞാൽ റിജക്ട് ചെയ്യണം, BJP പറഞ്ഞാൽ റിജക്ട് ചെയ്യണം, മുസ്ലിം ലീഗ് പറഞ്ഞാൽ റിജക്ട് ചെയ്യണം, CPM പറഞ്ഞാൽ റിജക്ട് ചെയ്യണം, അല്ലെങ്കിൽ ആപ്പ് പറഞ്ഞാൽ റിജക്ട് ചെയ്യണം. കാര്യം ആഭാസത്തിന്റെ അസഭ്യത്തിന്റെ രാഷ്ട്രീയം തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു സ്ലിപ്പറി സ്ലോപ്പാണ്. പിന്നെ കൂടുതൽ പഞ്ചിന് വേണ്ടി എല്ലാരും അതിലേക്ക് തന്നെ പൊക്കോണ്ടിരിക്കും. അപ്പോ എഡോ വിജയ എന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നതും തെറ്റല്ലേ? 100% തെറ്റാണ്. ഞാൻ എത്രയോ തവണ വേദികളിൽ വലിയ തോതിൽ കൈയടിയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വൈകാരിക അത് തെറ്റാണ്. അതിന് യാതൊരു തെറ്റുമല്ല. നമ്മുടെ, അതായത് രാഹുലിന്റെ എന്റെയും പ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ അച്ഛനേക്കാൾ മുതിർന്ന പ്രായമുള്ള കേരളത്തിലെ ഏറ്റവും സീനിയർ രാഷ്ട്രീയ നേതാക്കൾ ഒന്നായ അദ്ദേഹത്തെ മിസ്റ്റർ വിജയ എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല. ഞാനിപ്പോ ഉദാഹരണം, ഞാൻ എപ്പോഴും അദ്ദേഹത്തെ വിളിക്കുമ്പോൾ ശ്രീ പിണറായി വിജയനോ, പിണറായി വിജയൻ സഖാവെ എന്നോ അല്ലെങ്കിൽ സാറെന്നോ, നമുക്ക് അദ്ദേഹത്തിന്റെ ആശയത്തോടല്ലേ വിയോജിപ്പ്. വ്യക്തിപരമായ അദ്ദേഹമായിട്ട് കുടുംബത്തർക്കമൊന്നും ഇല്ലല്ലോ. അപ്പോ ഒരു കാരണവശാലും എഡോ വിജയ എന്ന് വിളിക്കുന്നത് ശരിയല്ല, അത് തെറ്റ് തന്നെ. ഞാൻ പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്. ഇത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ? ഇടതുപക്ഷത്തിനുള്ള തിരിച്ചടിയാവോ? അതായത് നിഷ്പക്ഷ വോട്ടർമാരെ ഇത്തരം കാര്യങ്ങളിൽ ടേൺ ഓഫ് ചെയ്യും. കാര്യം എന്താ അറിയാം, നമ്മൾ തന്നെ വീട്ടിൽ ആലോചിച്ചാൽ എന്തോ കോൺഗ്രസിന് അനുകൂലമാകുമോ? അപ്പോ അത് സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ട് കോൺഗ്രസിന് അനുകൂലമാണ്. കോൺഗ്രസിന് അല്ലെങ്കിൽ CPM വിരുദ്ധമാകും. CPM വിരുദ്ധ വോട്ടുകൾ കോൺഗ്രസിനും പോകാൻ ചാൻസ് ഉണ്ട്, BJPക്കും പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോ കോൺഗ്രസ് മുഖ്യമന്ത്രിയെ വിളിച്ചുകൊണ്ടത് കോൺഗ്രസിന് കൂടുതൽ അനുകൂലമാകാനായിരിക്കും ചാൻസ്, സംശയമില്ല. ഇത് വരുന്ന, നമുക്കറിയാം നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ. അപ്പൊ ഇവരൊക്കെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ഒരു കപ്പലിൽ തന്നെയല്ലേ? അപ്പോ ഒരുമിച്ച് പ്രചരണം നടത്തേണ്ട ഒരു അവസ്ഥ വരില്ലേ? BJPക്കെതിരെ ഇവർ
BJPക്കെതിരെ ഇവർ ഇന്ത്യ അലയൻസ് അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന പേരിൽ നമ്മുടെ രാജ്യത്തിന്റെ പേരിൽ ഒരു അലയൻസ് ഉണ്ടാക്കുകയാണ്. നമ്മൾ ഇന്ത്യ എന്നൊന്നും വിളിക്കണ്ട, ഇന്ത്യ എന്ന് വിളിച്ചൂടെ, നമ്മുടെ രാജ്യത്തിന്റെ പേരല്ലേ. തിരിച്ച് BJPക്കാര് ഭാരത് എന്ന് പറഞ്ഞൊരു അലയൻസ് ഉണ്ടാക്കി നമ്മൾ സന്തോഷത്തോടെ ഭാരത് എന്ന് വിളിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ ഒരു നാടകത്തിന്റെ ഭാഗമായിട്ട് കരുതാൻ കഴിയൂ എന്ന് പറയാൻ കഴിയില്ല. കാര്യം എന്താ അറിയാമോ, മൂന്ന് പാർട്ടികളും 3 പൊസിഷൻസ് ആണ്. CPM ലെഫ്റ്റ് ആണ്, BJP സെന്റർ റൈറ്റ് ആണ്, കോൺഗ്രസ് സെന്റർ ലെഫ്റ്റ് ആണ്. മോദിജി ഒരു റെസ്പോൺസിബിൾ സെന്റർ റൈറ്റിലേക്ക് BJPയെ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഈ സബ്കാ സാത്ത് സബ്കാ വികാസ് എല്ലാരെയും ഒരുമിച്ച്. അദ്ദേഹം മുസ്ലിം അജ്മേർ ദർഗയ്ക്ക് മറ്റേ പത്ത് കൊടുത്തയക്കുന്നു. മോദിജി റീച്ച് ഔട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ പൂജനീയ സർസംഘചാലക് നമ്മുടെ മോഹൻ ഭഗവത് ജി മുസ്ലിം ഇന്റലക്ച്വൽസിനെയും മുസ്ലിം നേതാക്കളെയും വെച്ച് ഡൽഹിയിൽ മീറ്റിംഗ് നടത്തുന്നു. നമ്മുടെ നാട്ടില് 100 കോടി ഹിന്ദുക്കളുണ്ട്, 20-25 കോടി മുസ്ലിങ്ങളുണ്ട്. എല്ലാരും കൂടി ഒരുമിച്ച് പോണ്ടേ? വേറെ എന്താ വഴി? ഇല്ലെങ്കിൽ നമ്മൾ സിറിയയോ ലെബനനോ പോലെ സിവിൽ വാർ ആകും. ഈ യുദ്ധങ്ങൾ നമ്മുടെ മക്കൾ വളർന്ന കാലത്ത് കലാപങ്ങൾ ഉണ്ടാവും. നമുക്കൊന്നും ഒരുപക്ഷെ കഴിഞ്ഞൊരു 10 വർഷത്തിനുള്ളിൽ നമ്മുടെ നാട്ടിൽ അത്ര സജീവമായിട്ട് ഉണ്ടായിട്ടില്ല. 90-കൾ തൊട്ട് നോക്കുകയാണെങ്കിൽ ഒരു 15-18 വർഷം ഈ നാട്ടിൽ കലാപങ്ങളും തീവ്രവാദ ആക്രമണങ്ങളും ബോംബ് സ്ഫോടനങ്ങളും ഒരുപാടുണ്ടായിരുന്നു. ഇങ്ങനെ കലാപങ്ങൾ ഉടലെടുക്കാൻ കേരളത്തിൽ സാധ്യതയുണ്ടോ? കേരളം കുറവാണ്. കാര്യം കേരളം നമ്മൾ പലപ്പോഴും ശ്രീനാരായണ ഗുരുദേവന്റെ നാടാണെന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ അയ്യപ്പസ്വാമിയുടെ നാടാണെന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ തങ്ങന്മാരുടെ നാടാണെന്ന് പറയാറുണ്ട്, ക്രിസ്ത്യൻ സഭകളുടെ നാടാണെന്ന് പറയാറുണ്ട്. അപ്പൊ നമുക്കൊരു ബാലൻസ് എന്നും ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ പെർഫെക്റ്റ് ആണെന്നൊന്നുമല്ല. നമ്മുടെ നിവിൻ പോളിയുടെ മറ്റേ മലയാളി ആന്തത്തിൽ പറയുന്നത് പോലെ എല്ലാവരും ഉള്ള നാടാണ്. നമ്മുടെ നാടിന്റെ ഒരു സൗന്ദര്യം അതാണ്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യ മുഴുവൻ, നമ്മുടെ കേരളം പെർഫെക്റ്റ് ആണെന്നൊന്നുമല്ല, പക്ഷെ കേരളത്തിന്റെ മതസൗഹാർദ്ദം ഇന്ത്യ മുഴുവൻ വ്യാപിക്കണം. നേരെ തിരിച്ച് എന്താ പറയണേ, ഡെവലപ്മെന്റിൽ നമ്മൾ കുറച്ച് പുറകിലാണ്. സത്യസന്ധമായി നമ്മൾ മനസ്സിലാക്കണം. ആ ഡെവലപ്മെന്റ് നമുക്ക് കൂടുതൽ പുറകിലാണല്ലോ. ഉദാഹരണം എന്തുകൊണ്ടാണ് നമ്മുടെ യുവാക്കളെല്ലാം വെളിയിൽ പോകുന്നത്? ഒരു തർക്കത്തിന് കൂടി കാരണമായിട്ടുള്ളത് കേരളം തെലങ്കാനയിൽ നിന്ന് എന്താണ് പഠിക്കാനുള്ളതെന്നാണ് ഇടതുപക്ഷത്തെ. സത്യസന്ധമായി നമ്മൾ നോക്കുക, തെലങ്കാന അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ പെർ ക്യാപിറ്റ വളരെ ഹൈ ആണ്. അത് ഒരു ഉദാഹരണം ഞാൻ പെട്ടെന്ന് നമുക്ക് കൺവിൻസ് ആവുന്ന ഒരു ഉദാഹരണം പറയാം. നമ്മളാണ് ടെക്നോ പാർക്ക് തുടങ്ങിയത്. അതായത് ഇന്ത്യയിലെ ആദ്യ ടെക്നോ പാർക്ക് നമ്മുടെ തിരുവനന്തപുരത്താണ്. പക്ഷെ നമ്മളെക്കാൾ ഒരുപാട് ദൂരം മുന്നേറാൻ ബാംഗ്ലൂരിനും ഹൈദരാബാദിനും ഒക്കെ കഴിഞ്ഞില്ലേ? പക്ഷെ ആ മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം വികസനം എന്ന് പറയുന്നത് സിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമല്ലേ? സത്യമാണ്. കേരളത്തിൽ കുറെ കൂടെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് ഉണ്ട്, അത് സത്യമാണ്. പക്ഷേ നമ്മുടെ പിള്ളേർക്ക് വേണ്ട രീതിയിൽ ജോലി ഇല്ലാത്തതുകൊണ്ടല്ലേ അവര് നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്നത്. അതായത് നമുക്ക് വേണ്ട രീതിയിൽ ജോലികൾ ഉണ്ടായിരുന്നെങ്കിലേ ഇത്രയധികം നമുക്ക് മൈഗ്രേഷൻ വരൂ. അപ്പൊ ഒറ്റ കാര്യം കൂടെ, അതിലെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ നമ്മളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നന്മകളും നമ്മൾ ആഘോഷിക്കണം, നമ്മുടെ ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റ് നമ്മൾ പറയണം. കേരളമാണ് ലോകത്തിലെ ഏറ്റവും പെർഫെക്റ്റ് എന്നൊന്നും പറയണ്ട. എന്നാ നേരെ തിരിച്ച് മുഴുവൻ കേരള സ്റ്റോറിയാണ്, കേരളം ഒരു പാകിസ്ഥാനായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നും പറയണ്ട. നമുക്ക് നന്മകളുണ്ട്, നന്മകളെ ആഘോഷിക്കുക. നമുക്ക് പോരായ്മകളുണ്ട്, ആ പോരായ്മകളെ പരിഹരിക്കുക. മെച്ചമൊന്നും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ല, അങ്ങനെയല്ല. കേരളത്തിന് ഒരുപാട് കാര്യങ്ങളിൽ മെച്ചമുണ്ട്. പക്ഷെ കേരളത്തിന് വേണ്ട രീതിയിൽ വളർച്ചയും വികസനവും എത്തിയിട്ടില്ല. നമുക്ക് കുറെ കൂടെ, ഉദാഹരണം, നമുക്കൊരു സിലിക്കൺ വാലി ഇല്ല. അമേരിക്കയിലെ സിലിക്കൺ വാലി പോലെ നമുക്കൊരു സിലിക്കൺ വാലി വേണം. പണ്ട് ടെക്നോ പാർക്ക് ഒരുപക്ഷെ സിലിക്കൺ വാലി ആകാനുള്ള പോസിബിലിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങയുടെ സുഹൃത്തുക്കളൊക്കെ നോക്കിയാൽ മതി, ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്ന മലയാളികളുടെ എണ്ണം നമ്മുടെ നാട്ടിലെ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം ഓൾമോസ്റ്റ് തുല്യമാണ്. എന്തുകൊണ്ടാ? തൊഴിൽ സാധ്യതകൾ കൂടുതൽ എവിടെയുണ്ട്. അതില്ലാത്തോണ്ടല്ലേ സെൻട്രൽ ട്രാവൻകൂറിലെ പല വീടുകളും ഒഴിഞ്ഞു കിടക്കുന്നത്. നമ്മുടെ ആൾക്കാർക്ക് വിദേശ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യാൻ പോയിട്ട് വരുന്നത് എന്തുകൊണ്ടാ? ഇവിടെ വേണ്ട രീതിയിൽ തൊഴിൽ സാധ്യതയില്ല. അമേരിക്കയിൽ 2 ലക്ഷം രൂപ കിട്ടി വർക്ക് ചെയ്യാൻ പോകുന്നവന് കേരളത്തിൽ അതേ 2 ലക്ഷം രൂപ കിട്ടി ഇവിടെ വിൽക്കൂലേ? അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ കുറെ കൂടെ ശ്രദ്ധിക്കണം.